ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മുട്ടപ്പുട്ടും ചെറുപയർ കറിയുമാണ്. അപ്പം വീഡിയോ ദീർഘിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്നലെ നമ്മളൊരു കോംബോ ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യുന്നത്. അത് മുട്ടപ്പുട്ടും ചെറുപയർ കറിയും. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് മുട്ട അങ്ങ് പുഴുങ്ങാൻ വെക്കാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും കാണിച്ചായിരുന്നു മുട്ട ഞാൻ കുക്കറിനകത്ത് പുഴുങ്ങിയെടുക്കുന്നത്. ഒരു വിസിൽ വരുമ്പോൾ മുട്ട നല്ല പാകത്തിന് വെന്തിരിക്കുമേ. അല്ലെ അടുപ്പയിൽ നമ്മൾ ഓപ്പണായിട്ട് ഒരു പാത്രത്തിൽ സാധാ പോലെ മുട്ട വെച്ച് പുഴുങ്ങിയാൽ ഒത്തിരി ടൈം എടുക്കും. ഇത് വേഗമാണ്. പുട്ടുണ്ടാക്കാൻ 1 കപ്പ് ഞാൻ വീറ്റ് പൊടി എടുത്തു. ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയാണ് ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ 1 കപ്പ് എടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് ഞാൻ വീട്ടിൽ പൊടിച്ചു വെച്ച പുട്ടുപൊടി അതും കൂടി ഇട്ട് ഇപ്പോൾ 1.5 കപ്പ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. ഉപ്പും ഇച്ചിരി ജീരകപ്പൊടിയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂണാണ് ഇട്ടത്. 1 ടീസ്പൂണോളം ഇട്ട് ഉപ്പിട്ടു. 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയാണ്. ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. എല്ലാവർക്കും പുട്ടിന് കുഴയ്ക്കാൻ അറിയാമല്ലോ ഇല്ലേ, അല്ലെങ്കിൽ ഒത്തിരി വീഡിയോ നീണ്ടു പോകുമല്ലോ. അപ്പോൾ ഈ പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം പൊടി നനച്ചെടുക്കാനേ. എല്ലാവർക്കും പുട്ടിന് വേണ്ടി പൊടി നനയ്ക്കുന്നൊക്കെ അറിയാം. ഇല്ലാത്തവർക്ക് വേണ്ടിയേ ഞാൻ പറഞ്ഞു തരുമായിരുന്നു. ബിഗിനേഴ്സോ ആയിട്ടൊക്കെ ഉള്ളവര്, കുക്കിങ്ങിലെ ബിഗിനേഴ്സിന് ഒക്കെ ആദ്യം പാടായിരിക്കുമല്ലോ പുട്ടുപൊടിനൊക്കെ പൊടിയെ. ഇപ്പം ഇങ്ങനെ കുറേശ്ശെ വെള്ളം എടുത്ത് ഇങ്ങനെ, അപ്പോൾ ഇച്ചിരി കട്ട പോലെ തോന്നും. ആ കട്ടയെല്ലാം ഉടച്ചു കൊടുത്ത് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കാം. വിസിലിന് 5 മിനിറ്റേ എടുത്തുള്ളൂ. ഈ കുക്കറിൽ മുട്ട വെന്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കട്ടെ. നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഇത് എളുപ്പം തോട് പൊളിച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തു. പുട്ടിൻ്റെ പൊടിയെ നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അത് ഉരുട്ടാൻ പറ്റണം. അപ്പോഴാണ് നല്ലവണ്ണം അത് പൊടി നനഞ്ഞെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് മുട്ടയ്ക്കുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഞാൻ ഒലിവ് ഓയിലല്ല ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലവണ്ണം ഒന്ന് പഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയതും 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലവണ്ണം ഒന്ന് കുഴയണം. നല്ല സ്മൂത്തായിട്ടൊന്ന് വഴലട്ടെ. അപ്പം അതിന് വേണ്ടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. എഗ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എഗ് മസാല ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2 സ്പൂണോളം ചെറിയ സ്പൂണിലാണ് എഗ് മസാല ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി കുറച്ച് തേങ്ങാപ്പാൽ, 1 2 ഒന്നുമില്ല, നല്ല കട്ടിക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ടൊരു ഗ്രേവി ഉണ്ടാക്കും. ഇതാണ് നമ്മളെ മുട്ടപ്പുട്ടിന് വേണ്ടി ഉണ്ടാക്കാനുള്ള ഒരു ഗ്രേവിയാണ് മുട്ടയ്ക്കുള്ള. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ ഇതിന് ടേസ്റ്റൊക്കെ നോക്കണം. ഞാൻ ഇതിനകത്ത് മസാലയുടെ ഇതുള്ളതുകൊണ്ട് സെപ്പറേറ്റ് മസാല ഇട്ട് കൊടുത്തില്ല. ഗരം മസാല, ആ എഗ് മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് ലൂസായിട്ട് ഇരിക്കണ്ട, ഇച്ചിരി തിക്കായിട്ടിരുന്നാൽ മതിയേ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചത്. ഇപ്പം ഇനി ഉപ്പൊക്കെ ഇപ്പം വേണം എല്ലാം നോക്കി ഒന്ന് നമ്മൾ ശരിയാക്കാൻ. പിന്നെ ഇടാൻ വേണ്ടി തേങ്ങ എടുത്ത് വെക്കുമ്പോൾ ഞാൻ അതിനകത്തൊരു ഇച്ചിരി ജീരകപ്പൊടി കൂടെ ചേർക്കും. അതൊരു നല്ല ടേസ്റ്റാണ്. നമ്മൾ പുട്ടിളക്കി കഴിക്കുമ്പോൾ, കറി കൂട്ടി കഴിക്കുമ്പം പ്രശ്നമല്ല, എന്നാലും നല്ല ടേസ്റ്റ് കൊടുക്കുവേ. പുട്ടിന് വേണ്ടി ഞാൻ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചേക്കുക. അതിന് സെപ്പറേറ്റ് ഒരു ഗ്രേവി ഉണ്ടാക്കി ഇങ്ങനെ. ഇനിയും ആ ഗ്രേവി ഇനിയും ആദ്യം നമ്മൾ ഈ കുറ്റിക്കകത്തൂടെ ആവി കയറണമല്ലോ, അതുകൊണ്ട് ആദ്യം തേങ്ങാപ്പീര തന്നെ ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങാപ്പീരയുടെയൊക്കെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. തേങ്ങാപ്പീര കഴിഞ്ഞ് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം.
പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഈ മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ എത്രയും വേണമെന്നുള്ള അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ്. മസാല ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഒരു മുട്ടയായിട്ട് വെച്ചാലേ അത് മുറിഞ്ഞു പോകുമല്ലോ നമ്മൾ കുറ്റിയിൽ നിന്ന് ഇത് കുത്തിയിടുമ്പോൾ. അതുകൊണ്ട് ഇനി പിന്നെ നമ്മൾ കുറച്ച് മുട്ട ഇട്ടിട്ട് നമ്മൾ പിന്നെയും കുറച്ച് ഇതിട്ട് കൊടുക്കണം. മസാല ഇട്ട് കൊടുക്കാം. തേങ്ങ 2 പ്രാവശ്യം ഇടണോ അതോ മുകളിൽ മാത്രം മതിയോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ടേസ്റ്റ് കൂടാൻ ഇങ്ങനെയൊക്കെ ഇട്ടാലേ ഇത് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ മുട്ടപ്പുട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു നല്ല ഇഷ്ടമാവും. എന്നിട്ട് മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് കുറ്റിയുടെ അടപ്പടച്ച് കൊടുത്താൽ ഇനിയും ആവി വരാൻ വെക്കാം. അപ്പം നമുക്ക് മുട്ടപ്പുട്ട് കുത്തിയിടാം. നമ്മുടെ അടിപൊളി മുട്ടപ്പുട്ട്. ഇത് നല്ല ടേസ്റ്റാണ്. മുട്ട ഇടയ്ക്ക് വെച്ച് ഗ്രേവിയും കൂടെ. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു സ്പെഷ്യൽ പയറുകറിയും വെക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത്. നമ്മുടെ മുട്ടപ്പുട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതേ മുട്ടപ്പുട്ടിൻ്റെ കൂടെ ഞാനൊരു ചെറുപയർ കറിയും വെക്കുന്നുണ്ട്. ചെറുപയർ ഇന്നലെ രാത്രിയിൽ 1 കപ്പ് ചെറുപയർ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. അത് നല്ല കുതിർന്ന് കഴിഞ്ഞ് ഇന്ന് രാവിലെ എടുത്ത് 2 വിസിലടിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു പയറുകറിയും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ ഒലിവ് ഓയിലായി ഇവിടെ കൂടുതലും കുക്ക് ചെയ്യുന്നത്. അപ്പം ഒരു 1.5 സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി പയറുകറിക്ക് എത്രയും ഇടുന്ന ഒരു 3-4 അല്ലി ഇട്ടാലും നല്ലതാണ്. അപ്പം പെട്ടെന്ന് ഞാൻ ചെയ്യുവായതുകൊണ്ട് ഇവിടെ മക്കൾക്ക് കഴിച്ചിട്ട് ഇപ്പം സ്കൂളിൽ പോകണം. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ചെയ്ത് 2 അല്ലി എളുപ്പം പൊളിച്ചെടുത്തു. അതങ്ങോട്ട് ഇട്ടു. അതുപോലെ തന്നെ ഞാൻ ചോപ്പറിനകത്താണ് സവോള, ഒരു വലിയ സവോള തിരുവിരാന്ന് അരിഞ്ഞെടുത്തു. കുറച്ച് ഇത് കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് കിടക്കട്ടെ. അത് ഇനിയൊന്ന് കഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ ഈ ചെറുപയറിൽ 1 സ്പൂൺ ഉപ്പ് ഇട്ടാണ് വേവിച്ചത്. ഇത് ഗ്രേവിക്ക് വേണ്ടിയുള്ള 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തക്കാളി മതിയോ, ഒരുപാട് പുളി വേണ്ട പയറുകറി വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തു. ഞാനൊരു തക്കാളിയെ ചേർത്തുള്ളൂ. ഇതെല്ലാം കൂടെ ഇനിയൊന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. സവോളയും തക്കാളിയും എല്ലാം കൂടെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ഇപ്പം നമുക്ക് വേണേൽ തേങ്ങ അരച്ച് വേണേലും ഇങ്ങനെ കറി ഉണ്ടാക്കാം. ഈ പയറുകറി ഞാനിപ്പം സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാമാണ് മസാലകളാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ 3/4 സ്പൂണ് മുളക് പൊടി ചേർത്തു, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണാണ് നമ്മളെ ജീരകപ്പൊടി, കുറച്ചൊരു പെരുംജീരകമല്ല ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 3/4 സ്പൂണ് ഗരം മസാല, അതുപോലെ 1/2 സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് എല്ലാം കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. പൊടിയുടെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല കടലക്കറിയൊക്കെ നമ്മൾ വെക്കത്തില്ലേ, അതേപോലെ ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ പയറുകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം നല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ പയറുകറിക്ക് ചൂട് വെള്ളമൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല തിള വരുന്നുണ്ട്. ഇങ്ങനെ മുകളിൽക്കൂടെ ഇങ്ങനെ എണ്ണ വന്ന് മൂടുമ്പോഴാണ് അത് നല്ല തിളച്ച കറി നല്ല പാകമായെന്ന് നമുക്കിപ്പം ഉപ്പെല്ലാം നോക്കിയപ്പോൾ എല്ലാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആ ഗരം മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെ ഒന്ന് കറി വെച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും ഇതിലേക്ക് ആദ്യം നമ്മൾ കടുക് ഇട്ടാണല്ലോ പൊട്ടിച്ചിട്ട് ഇതെല്ലാം മസാലകളെല്ലാം വഴറ്റിയത്. ഇനിയും ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷ് കറിവേപ്പില ഒരു കഥപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ അടുത്ത് കറിവേപ്പില കുറവാണ്, ഞാൻ അതുകൊണ്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇരുന്ന് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടപ്പടച്ച് ഇനിയും തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അടുപ്പിൽ നിന്നും ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈസി ആയിട്ടുള്ള മുട്ടപ്പുട്ടും പയറുകറിയും. വളരെ എളുപ്പമാണ്. എല്ലാം നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാലുണ്ടല്ലോ ഈ പയറുകറി വെക്കാനും വളരെ എളുപ്പം. അതുപോലെ ഈ മുട്ടപ്പുട്ടും, മുട്ട പുഴുകുന്ന താമസം, പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കുക, പൊടി നനയ്ക്കുക. ആരെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒരു വെറൈറ്റി അല്ലേ. നമ്മൾ ബീഫും ഒക്കെ പുട്ടിനകത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ മുട്ട ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ മക്കളൊക്കെ കഴിച്ച് അവർക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇനിയും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് മൊത്തം പുട്ട് ഞാൻ കഴിക്കത്തില്ലേ, അതുകൊണ്ട് സൈഡിൽ നിന്ന് എടുക്കാം. അപ്പം ഇവിടെയാണ് നമ്മൾ മുട്ടയൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഈ മുട്ടയും ഈ പയറും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് കുറച്ച് പയറും കൂടെ അങ്ങോട്ട് വെച്ച് കുറച്ച് മുട്ടയും കൂടെ വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, നിങ്ങളെല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ പയറുകറിയും ഈ മുട്ടയും ഈ പുട്ടിനകത്തോട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഹെൽത്തിൽ ഭയങ്കര ഇതുള്ളവർക്ക് അരിപ്പൊടിയല്ല ഞാൻ ഉപയോഗിച്ചത്. ഞാൻ കൂടുതലും വീറ്റ് ഫ്ലോറിന്റെ പുട്ടുപൊടിയാണ് ഉപയോഗിച്ചത്. മേളത്തിന്റെ വീറ്റ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നതിന്റെ ബ്രാൻഡുകളുടെ പേര് പറയുന്നതേ ഉള്ളേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അപ്പം ഞാനൊന്ന് കഴിച്ചു കഴിയട്ടെ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. മിനീസ് വേൾഡ് എന്ന എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം, കമന്റൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഓൾ. ബൈ.